ഒരു നാട്ടിൽ വലിയൊരു വെള്ളപ്പൊക്കം വന്നപ്പോൾ ആ വെള്ളപ്പൊക്കത്തിന്റെ രക്ഷാപ്രവർത്തകര് ഓരോ വീട്ടിലും കയറി എല്ലാ വ്യക്തികളെയും അവരെ ബോട്ടിലായിട്ടും മറ്റുള്ള രീതിയിൽ അവരെ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ദൈവവിശ്വാസി, അതായത് ആ വ്യക്തി എന്ന് പറയുന്നത് ഈ സദാസമയം ദൈവത്തില് പ്രാർത്ഥനയിലും എല്ലാം ആ വ്യക്തിയുടെ ജീവിതം തന്നെ ദൈവത്തിൽ അർപ്പിച്ചൊരു വ്യക്തിയായിരുന്നു. ആ വ്യക്തിയെ രക്ഷാപ്രവർത്തകർ വന്ന് വിളിച്ചു. വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ ഞങ്ങളെ ബോട്ടിലേക്ക് കയറണം, ഞങ്ങൾ രക്ഷപ്പെടുത്താം എന്ന് പറഞ്ഞപ്പോ, നിങ്ങൾ മറ്റുള്ളവരെ രക്ഷപ്പെടുത്തൂ, എന്റെ കാര്യം നിങ്ങൾ നോക്കണ്ട, എന്നെ ദൈവം രക്ഷിക്കും എന്ന് പറഞ്ഞു. അവര് അടുത്ത വ്യക്തികളെ രക്ഷപ്പെടുത്തി. വെള്ളം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. വീടിന്റെ മുകൾ ഭാഗത്തിലെത്തി. ആ വ്യക്തി വീടിന്റെ മുകളിൽ നിൽക്കുകയാണ്. അപ്പോഴും ബോട്ടിൽ വന്ന് രക്ഷാപ്രവർത്തകർ പറഞ്ഞു, വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്, ഞങ്ങളെ ബോട്ടിലേക്ക് കയറൂ, നിങ്ങൾ രക്ഷപ്പെടുത്താം. അപ്പോഴും ആ വ്യക്തി പറഞ്ഞത്, നിങ്ങൾ മറ്റുള്ളവരെ രക്ഷപ്പെടുത്തു വേഗം, എന്നെ ദൈവം നോക്കിക്കോളും എന്ന് പറഞ്ഞു. വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്, വീടിന്റെ മുകൾ ഭാഗത്തെത്തി. അപ്പോൾ ഹെലികോപ്റ്ററിൽ രക്ഷാപ്രവർത്തകർ വന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ഈ കയറിൽ പിടിക്കൂ, പെട്ടെന്ന് കയറൂ, രക്ഷപ്പെടൂ എന്ന് പറഞ്ഞു. അപ്പോഴും ഈ വ്യക്തി പറഞ്ഞത്, നിങ്ങൾ എന്നെ നോക്കണ്ട, നിങ്ങൾ മറ്റുള്ളവരെ രക്ഷപ്പെടുത്തൂ എന്ന് പറഞ്ഞു. അയാള് വെള്ളം മുകളിലേക്ക് വന്നു, അയാൾക്ക് രക്ഷപ്പെടാൻ സാധിച്ചില്ല, അയാള് മരിച്ചു. ദൈവത്തിന്റെ അടുത്ത് നിന്നിട്ട് ദൈവത്തോട് അയാൾ കോപിതനായിട്ട് പറഞ്ഞു, എന്ത് പണിയാ ദൈവം നീ കാണിച്ചത്? സദാസമയം ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നുണ്ട്, നീ ഇഷ്ടമില്ലാത്തൊരു കാര്യം ഞാൻ ഇന്ന് വരെ ചെയ്തിട്ടില്ല, എന്നിട്ട് പോലും എന്നെ വെള്ളപ്പൊക്കത്തില് നീ രക്ഷപ്പെടുത്തിയില്ല. ദൈവം പറഞ്ഞു, നീ കള്ളം പറയരുത്. ഞാൻ മനുഷ്യന്റെ രൂപത്തിൽ വന്നിട്ട് എൻ്റെ വഞ്ചിയിലോട്ട് കയറാൻ 2 പ്രാവശ്യം പറഞ്ഞു, നീ കയറിയില്ല. പോരാ, നിന്നെ എനിക്ക് വിട്ടുപോരാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ ഹെലികോപ്റ്ററിൽ വന്നിട്ട് ഞാൻ നിന്നെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു, നീ കയറിയില്ല. ഞാൻ എന്താ ചെയ്യാന്നുള്ളത്. ഇതൊരു കഥയാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കണം. അത് നമ്മൾ പല കാര്യങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കാം. പക്ഷെ ആ പ്രാർത്ഥന നമുക്ക് തിരിച്ചു കിട്ടുന്നത് പല ഓപ്പർച്യൂണിറ്റി അല്ല അവസരങ്ങളായിട്ടായിരിക്കും. ഇതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. പല രീതിയിൽ ഓപ്പർച്യൂണിറ്റി വരും. അത് നമ്മൾ മനസ്സിലാക്കി ആ ഓപ്പർച്യൂണിറ്റി കൂടെ നിൽക്കാൻ നമുക്ക് തയ്യാറാവണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തികച്ചും പരാജയമായിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ.